നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടുകളരിയിൽ നവരാത്രി വിജയദശമിയോടനുബന്ധിച്ച് സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടെ ചാവക്കാട് 2 പോലീസുകാർക്ക് കുത്തേറ്റു. സംവാദത്തിന്റെ 50ാം അധ്യായവുമായി മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ. മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ സംവാദം നടന്നു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കയ്പമംഗലം ചടിങ്ങാട് പള്ളിനടയിലുള്ള ST ജോസഫ് പള്ളിയിൽ കയറി 5 നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം 40,000 രൂപയോളം കളവ് ചെയ്തു കൊണ്ടുപോയ സംഭവത്തിൽ അന്തിക്കാട് മുറ്റിച്ചു കുരിക്കാപ്പീടിക വീട്ടിൽ 27 വയസ്സുള്ള സജീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സജീർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിലെ പ്രതിയാണ്. പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടുകളരിയിൽ നവരാത്രി വിജയദശമിയോടനുബന്ധിച്ച് സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. ശാസ്ത്രീയ സംഗീതം, പുല്ലാങ്കുഴൽ, കഥകളി, നൃത്തവിഭാഗം, ചെണ്ടമേളം എന്നീ കലകൾ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. വിജയദശമി ദിനമായ ഒക്ടോബർ 2 രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു. നിരവധി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങും നടന്നു. തുടർന്ന് ശാസ്ത്രീയ സംഗീതം, കഥകളി വേഷം, ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം, കളരിപ്പയറ്റ് എന്നീ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാരംഭം കുറിച്ചു. വൈകിട്ട് കഥകളി, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയും ഉണ്ടായി. 650-ൽ പരം കുട്ടികൾ വിവിധ പരിപാടികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് അഡ്വക്കേറ്റ് AU ഋഷികേശ് പണിക്കർ, രാഹുൽ പണിക്കർ, കലാകേന്ദ്രം പ്രിൻസിപ്പൽ കലാനിലയം ഗോപി, വൈസ് പ്രിൻസിപ്പൽ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടെ ചാവക്കാട് 2 പോലീസുകാർക്ക് കുത്തേറ്റു. SI ശരത്, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. കൈക്ക് കുത്തേറ്റ ശരത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണത്തല സ്വദേശി നിസാറാണ് ആക്രമിച്ചത്. സഹോദരനെ ആക്രമിക്കാൻ ശ്രമിച്ച നിസാറിനെ പിടികൂടാനെത്തിയപ്പോഴാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ചാവക്കാട് മണത്തല ബേബി റോഡിൽ പുലർച്ചെയായിരുന്നു സംഭവം. നിസാറിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിസാർ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പോലീസുകാർ പറയുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ നിസാറിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബുദ്ധിമാന്ദ്യമുള്ള ഷമീറും പരിക്കേറ്റ ചികിത്സയിലാണ്. സംവാദത്തിന്റെ 50ാം അധ്യായവുമായി മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ. മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ സംവാദം നടന്നു. ജില്ലയിലെ വിവിധ മേഖലയുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കാനുള്ള അവസരമൊരുക്കുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 50ാം അധ്യായം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികളും പങ്കെടുത്തുകൊണ്ട് മുനിയാട്ടുകുഹയിൽ സ്റ്റേഷനിൽ നടന്നു. കളക്ടറും കുട്ടികളും കൊച്ചു വർത്തമാനങ്ങളും കളിച്ചിരിയുമായി സെപ്റ്റംബർ 27-ന് വൈകിട്ട് മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ മല കയറിയെത്തി. മലമുകളിൽ അസ്തമയ സൂര്യന് കീഴിൽ തൃശൂരിൽ പ്രകൃതിരമണീയമായ വ്യൂ പോയിന്റിലായിരുന്നു കുട്ടികളുമായുള്ള സംവാദം. GHSS മുപ്പിളിയം, GHSS കണ്ണേറ്റുപാടം, സെന്റ് ജോസഫ് സ്കൂൾ വേലൂപ്പാടം, CGM HSS സ്കൂൾ വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നായി 70ഓളം കുട്ടികളും അധ്യാപകരും നാട്ടുകാരും അടങ്ങുന്ന സംഘമാണ് കളക്ടറോടൊപ്പം മല കയറിയത്. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു.
ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റൂർ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്തികളെ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശിയുടെ മഹാദേവൻ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത്. അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. വള്ളത്തിൽ 10 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 5000 കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടികൂടിയത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ ഷൈബു VM, പ്രശാന്ത് കുമാർ VN, സീഗാർഡ്സ് വർഗീസ്, ജിഫിൻ, ശ്രേയസ്, ഡ്രൈവർ അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പനാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പരിശീലനം ലഭിച്ച കുട്ടികൾക്ക് ജേഴ്സി, ട്രാക്ക് ഷൂട്ട് എന്നിവ വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കരാട്ട പരിശീലനം നേടിയ 100 കുട്ടികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത്. 1.5 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർ KK സൈനുദ്ദീൻ, ഷോട്ടോ കിഡ്സ് കരാട്ടെ അക്കാദമിയുടെ ഉടമയും പരിശീലകനുമായ ഷക്കീർ, പരിശീലക ഹസീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കരാട്ടെ പരിശീലനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. അയോധന കലകള് പഠിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും മുന്നോട്ട് വരുന്നത് എന്ന് അമ്മമാരും ഇവിടെ കൂടിയുള്ള രക്ഷിതാക്കളും ചിന്തിച്ചു കൊണ്ടുവന്നതാണ്. സമൂഹത്തിൽ എവിടെയും ഈ കുട്ടികൾ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തിലേക്ക് വരുന്ന എന്തും തനിക്ക് പറ്റാത്തതെന്തും തട്ടിത്തെറിപ്പിക്കാനുള്ള ആത്മവീര്യം പകർന്നു നൽകുക എന്നതാണ് ഈ പരിശീലന പരിപാടി കൊണ്ട്, കരാട്ടെ പരിശീലന പരിപാടിയാണെങ്കിലും കളരി കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിഴുപ്പള്ളിക്കര ശ്രീരാമ ഭക്ത സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അഴിമാവ് കടവിൽ കന്നി ഓണാഘോഷ പരിപാടികളും അകാലത്തിൽ മരണപ്പെട്ടുപോയ നിൻഡു മാരാത്തിന്റെ സ്മരണയ്ക്കായി 55-ലധികം മുതിർന്ന പൗരന്മാരെ ആദരിച്ച് പുടവ വിതരണവും നടത്തി. സംഘം പ്രസിഡന്റ് വിനോബ് VV അധ്യക്ഷത വഹിച്ച പരിപാടി താനി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ മിനി ജോസ് ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. P. കൃഷ്ണനുണ്ണി സ്വാഗതം ആശംസിച്ചു. സന്നദ്ധ പ്രവർത്തനങ്ങളിലും കലാകായിക സാംസ്കാരിക മേഖലകളിലും എന്നും മുന്നിൽ നിന്ന് നയിച്ചിരുന്ന അകാലത്തിൽ മരണപ്പെട്ടുപോയ മാരാത്ത് നിൻഡുവിന്റെ സ്മരണാർത്ഥം മുതിർന്ന പൗരന്മാർക്ക് നൽകിയ ഓണപ്പുടവ വിതരണം ശ്രീരാമ സേവ ട്രസ്റ്റ് മെമ്പർ സുനിൽ പാറമ്പിൽ നിർവഹിച്ചു. തുടർന്ന് കിഴുപ്പള്ളിക്കര ചന്ദ്രേട്ടൻ ടീം, കാവേരി ക്ലബ് ടീം, അഴിമാവ് SN ടീം എന്നീ ടീമുകളുടെ ഓണക്കളിയും ഭദ്ര വെങ്കിടങ്ങ് അവതരിപ്പിച്ച വീരനാട്യവും അരങ്ങേറി. സംഘം ഭാരവാഹികളായ ഷൺമുഖൻ KT, തുളസി, സുശീലൻ, പുഷ്പാങ്കദൻ മാരാത്ത്, കവിത ഷൺമുഖൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ KPCCയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണവും അഹിംസാ ദിനമായും ആചരിച്ചു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണവും അഹിംസാ ദിനവും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് TV ഷൈൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VD സന്ദീപ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ KV സുകുമാരൻ, PC മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജയ സത്യൻ, രഹന ബിനീഷ്, നാട്യ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, കുട്ടൻ ഉണ്ണിയാരം പുരയ്ക്കൽ, സ്കന്ദരാജ് നാട്ടിക, ഫസലുദ്ദീൻ, പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം 3 പീടിക ബീച്ച് റോഡ് APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ മഹാത്മാഗാന്ധി ജയന്തി സേവന വാരാചരണം ഒരുക്കി. റിട്ടയർഡ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറും കയ്പമംഗലം പഞ്ചായത്തിന്റെ കർഷക അവാർഡ് ജേതാവും 3 പീടിക സ്വദേശിയുമായ സിദ്ദിഖ് സാർ ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഉഷസാളി നടന്ന യോഗത്തിൽ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് സെക്രട്ടറി തജ്രി റഹീം സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി KR സത്യൻ, ട്രഷറർ VM നസീർ, ചെയർമാൻ AX സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ നേർന്നു. സിദ്ദിഖ് സാറിനെ വേദിയിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. തുടർന്ന് 1 കിലോമീറ്ററോളം ദൂരമുള്ള APJ റോഡ് ഇരു സൈഡും പുല്ല് പറിച്ച് വൃത്തിയാക്കി മണ്ണൊരുക്കി പൂച്ചെടികൾ നട്ട് വെള്ളമൊഴിച്ചു. തുടർന്ന് 7 ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തും. കരീം പേരാത്ത്, ഗോപി തറയിൽ, AA റഹീം, ഉഷ വിശ്വനാഥൻ, സജിത രമേശ്, ഷീജ ദാസ്, നാദിറ, വസന്ത ദേവദാസ് എന്നിവർ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി. കൈമ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് സരസ്വതി പൂജയും നവകുമാരി പൂജയും പുസ്തക പൂജയെടുപ്പും എഴുത്തിനിരുത്തലും നടത്തി. പൂജാ വിദ്യകളുടെ പഠനം പൂർത്തീകരിച്ച വൈദിക രംഗത്തെ ആദ്യ വനിത ജയലക്ഷ്മി സദാനന്ദൻ കുമാരി പൂജയ്ക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര മേൽശാന്തി മനോജ് ശാന്തി, ഡോക്ടർ KS ജോത്സന എന്നിവർ വിദ്യാരംഭ ചടങ്ങുകളിൽ ഗുരുസ്ഥാനം നൽകുകയും തുടർന്ന് മഹാപുരാണ ഗ്രന്ഥപുസ്തകങ്ങൾ സമർപ്പണം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VB ബൈച്ചു, VC ഷാജി, VS ഹരികൃഷ്ണൻ, VS നിതീഷ്, VV സുരേഷ്, VR ജയപ്രകാശ്, VV വിച്ചോൾ എന്നിവർ കാര്യപരിപാടികൾക്ക് നേതൃത്വം നൽകി. കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി. തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വലയും മത്സ്യവും നഷ്ടമായി. കൊച്ചി തീരത്തു നിന്നും 15 നോട്ടിക്കൽ മൈൽ അകലെ വല വീശിയ സമയത്തായിരുന്നു സംഭവം. വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നപ്പോൾ മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായും വല നഷ്ടപ്പെട്ടു. ഈയിടെ കടലിൽ അകപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത്. 20 ലക്ഷത്തിലധികം രൂപയുടെ വലയും 10 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായും തൊഴിലാളികൾ പറഞ്ഞു. വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിനിറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും. തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും. കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറി വരികയാണ്. കടലിൽ മുങ്ങിത്താഴ്ന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ 7 ഡോക്ടർമാർ കൂട്ട അവധിയെടുത്തത് OP വിഭാഗത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കി. ENT, ശിശുരോഗം എന്നീ വിഭാഗങ്ങളിൽ മാത്രമാണ് ബുധനാഴ്ച ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. OP വിഭാഗം സ്തംഭിച്ചത് സാധാരണക്കാരായ രോഗികളെ ബാധിച്ചു. OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയവർ കാഷ്വാലിറ്റിയിലെ RMയെ കണ്ട് മടങ്ങി. വിശേഷ ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ അവധിയെടുക്കുന്നത് പതിവാണെന്നും ആരോപണമുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ഉത്തരവ് പ്രകാരം തടവിലാക്കി. സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ ഷൈജുമാൻ, തളിക്കുളം സ്വദേശി മണക്കാട്ടുപടി സിജിൽ രാജ് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വരന്തര പോലീസ് അറസ്റ്റ് ചെയ്തു.
പൂക്കോട് പയ്യപ്പള്ളി വീട്ടിൽ ഹരിദാസിനെയാണ് പെരുമ്പാവൂർ ചേലമറ്റത്തു നിന്നും പോലീസ് പിടികൂടിയത്. 2014 ജൂലൈ 27-നാണ് ഹരിദാസിന്റെ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ ആളെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ PR അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്ദള വിദ്വാൻ എരവത്ത് അപ്പുമാരാർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് നിരവധി തവണ പഞ്ചവാദ്യത്തിൽ പങ്കെടുത്തിരുന്നു. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം യുവാവിന് നഷ്ടപ്പെട്ടത് 15,000 രൂപ. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ 27-ന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത്. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 കടയിലെത്തി കഴിഞ്ഞ് 21-ന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ 3 ടിക്കറ്റുകൾ നൽകുകയായിരുന്നു. QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 5,000 രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു. കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകി. എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ഈ ലോട്ടറി 23-ന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി. തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. നാരായണൻ നമ്പൂതിരി, വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു നൽകി. ദേവസ്വം മാനേജർ K. വിനോദ്, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പഴുവിൽ കാരുണ്യ സൊസൈറ്റിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ 20 മുതൽ 29 വരെ രാത്രി 7-ന് പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കും. അന്തിക്കാട് നാടക സാംസ്കാരിക പ്രവർത്തകൻ ധനഞ്ജയൻ K. മച്ചിങ്ങലിനു നൽകി പ്രകാശനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് സരിത്ത് പാണ്ടാലിക്കൽ, സെക്രട്ടറി EP സൈമൻ, EVN പ്രേംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പകർന്നു തന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മദിനം അഹിംസാ ദിനമായി ആചരിച്ചു. പെരിങ്ങോട്ടൂർ നാലുംകുടി സെന്ററിൽ നടത്തിയ അഹിംസാ ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ് ആന്റോ തൊറൈൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷത വഹിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവൻ, വിനോഷ് വടക്കേടത്ത്, ലൂയിസ് താണിക്കൽ, നൌഷാദ് വലപ്പാട്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, സുബൈർ മജീദ് എന്നിവർ പ്രസംഗിച്ചു. പതാക ഉയർത്തി തുടങ്ങിയ ചടങ്ങിൽ പുഷ്പാർച്ചനയും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടുകളരിയിൽ നവരാത്രി വിജയദശമിയോടനുബന്ധിച്ച് സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടെ ചാവക്കാട് 2 പോലീസുകാർക്ക് കുത്തേറ്റു. സംവാദത്തിന്റെ 50-ാം അധ്യായവുമായി മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ സംവാദം നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.